അല്ല ദിവ്യ, ഈ പവർ കട്ടില്ല എന്നുള്ള വാക്കുകളൊക്കെ അത് സാങ്കേതികമായി മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് അതൊക്കെ യാഥാർത്ഥ്യമാണ്. അത്ര ശുഭകരമല്ല കേരളത്തിലെ കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഇവിടെ ഇലക്ഷൻ കാലത്ത് ഈ പവർ കട്ടില്ലാത്ത കേരളം, പവർ കട്ടില്ലാത്ത കേരളം എന്നൊക്കെ വലിയ ഹോർഡിങ്സ് വെച്ച KSRTC ബസ്സുകളിൽ പരസ്യം ചെയ്ത നടന്നവരൊക്കെ ഇപ്പൊ പറഞ്ഞതിനൊക്കെ ഘടകവിരുദ്ധമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇവിടെ ശരിയാണ്, നമ്മുടെ സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്, വെള്ളം കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു വാദത്തിന് വേണ്ടിയിട്ട് അവർക്ക് പറയാമെങ്കിലും, ഇതൊക്കെയാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം എന്ന് വാദത്തിന് വേണ്ടി പറയാമെങ്കിലും, ഇതൊക്കെ പെരും നുണയാണ് എന്നുള്ളത് സർക്കാരിന്റെയും KSEBയുടെയും അനാസ്ഥ മൂലമാണ് ഇതൊക്കെ സംഭവിക്കുന്നതും ഇതൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതും എന്നുള്ളത് യാഥാർത്ഥ്യമായി മാറുന്ന ഒരു സാഹചര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ഇടതു സർക്കാർ എന്നുള്ളത് നുണകളുടെ കൂമാരമായി മാറി എന്നുള്ളത് വളരെ കൃത്യമായും വ്യക്തമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ശരിയാണ്, ഞാൻ ഒന്ന് രണ്ട് വസ്തുതകൾ അടക്കം പുറത്തുവിട്ടുകൊണ്ട് സംസാരിക്കാം. അതായത് ഈ കാലാവസ്ഥയിൽ നമുക്കറിയാം ഫാൻ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും, AC മുൻപത്തേക്കാൾ ഉപയോഗം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്നല്ലല്ലോ അതിന്റെ പരിഹാര മാർഗം. അത് ഉപയോഗിക്കാൻ കുറയ്ക്കണം എന്ന് പറയേണ്ടതല്ലല്ലോ അതിന് പരിഹാര മാർഗം. മറിച്ച് എന്താണ്, വൈദ്യുതി ആവശ്യാനുസരണം എത്തിക്കാനുള്ള നടപടി. ആ നടപടിയാണ് ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കേണ്ടത്. അല്ലാതെ പൊതുജനങ്ങളെ പഴിച്ചുകൊണ്ട് ഇതിന് മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യസാധ്യതയുണ്ടോ? ഒരിക്കലും ഒരു സാധ്യത. ഇവിടെ സർക്കാർ ചെയ്യുന്നത് എന്താ, അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിങ് ഈ ചൂട് കാലത്ത് നടപ്പാക്കി, ഈ പ്രതിസന്ധി കാലത്ത് നടപ്പാക്കി കേരളത്തിലെ ജനങ്ങൾ വെന്തുരുകുന്ന സാഹചര്യത്തിൽ അപ്രഖ്യാപിത. പക്ഷേ തൗഫീഖ്, ഇത് പെട്ടെന്ന് വന്ന ഒരു പ്രതിസന്ധിയാണല്ലോ. അങ്ങനെയാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. കാരണം യുദ്ധം മൂലം വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഗ്യാസിന്റെ കാര്യത്തിൽ വന്നു. അതോടുകൂടി ജനങ്ങൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നതിലേക്ക് പോയി. നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറം ഉഷ്ണം, ചൂട്, താപനില ഉയർന്നുകൊണ്ടിരിക്കുന്നു. AC-യുടെ ഉപയോഗം വർദ്ധിക്കുന്നു. ഇതൊന്നും നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയില്ലല്ലോ. അല്ല ദിവ്യ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ പറഞ്ഞത്, ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോ കേരളത്തിലെ പൊതുജനങ്ങളോട് ഇത് കുറയ്ക്കണമെന്നല്ലല്ലോ പറയേണ്ടത്. ഇന്ന് KSEB ഓഫീസുകളിലേക്ക് അടക്കം പൊതുജനങ്ങൾ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ ദിവ്യ അടക്കം കണ്ടതല്ലേ. എവിടെ സർക്കാരിന്റെ ഡ്യൂട്ടി എന്താ, സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്താ? ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോ പുറത്തു നിന്നടക്കം നമുക്കറിയാം കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട്. കേന്ദ്ര പൂളിൽ നിന്ന് ആവശ്യാനുസരണം വൈദ്യുതി വാങ്ങാവുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോ ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങിക്കൊണ്ട് കേരളത്തിലെ പ്രതിസന്ധി മറികടക്കേണ്ട ഒരു സാഹചര്യമാണ്. മറിച്ച് ഇത്തരത്തിൽ അപ്രഖ്യാപിതമായി ലോഡ് ഷെഡിങ് നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ 9 ദിവസക്കാലം മാത്രമാണ് ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി മിനിസ്റ്ററിന്റെ സർക്കാരിന്റെ കാലാവധിയെങ്കിലും കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ, കേരളത്തിന്റെ ഭരണാധികാരികൾ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പൊള്ളുന്ന ചൂടിന്റെ ഉരുകുന്ന പ്രതിഷേധം അറിയുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു ഭാഗത്തുനിന്ന് അറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഞാൻ ഇവിടെ ദിവ്യയോട് ഒരു കാര്യം പറയാം. ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? ഇവിടെ സർക്കാർ അഴിമതി ലക്ഷ്യമിട്ടുകൊണ്ട്, ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം ദിവ്യ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പറഞ്ഞു, എന്താണ് അഴിമതി ലക്ഷ്യമിട്ട് സർക്കാരും വൈദ്യുതി ബോർഡും റെഗുലേറ്ററി കമ്മീഷനിലെ ഉന്നതരും അടക്കം നടത്തിയ വഴിവിട്ട നീക്കങ്ങളാണ് ഈ സംസ്ഥാനത്ത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു വൈദ്യുതി പ്രതിസന്ധി സംജാതമായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് ദീർഘകാലത്തേക്ക് വൈദ്യുതി വാങ്ങാനുള്ള കരാർ, ആ കരാർ ഒപ്പിട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. 460 മെഗാവാട്ട് വൈദ്യുതി യൂണിറ്റിന് ശരാശരി 4 രൂപ 29 പൈസയ്ക്ക് വാങ്ങാനുള്ള കരാറാണ് ഈ അഴിമതി മാത്രം ലക്ഷ്യമിട്ട് ബഹുമാനപ്പെട്ട കാർമുഖൻ സർക്കാർ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മറിച്ച് സംഭവിച്ച എന്താ ദിവ്യ, ഇപ്പോ UDF സർക്കാരിന്റെ കാലത്ത് സജ്ജമാക്കിയ ഈ പവർ കോറിഡോർ അടക്കം കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കിയിരുന്ന ദീർഘകാല കരാർ ഉപയോഗപ്പെടുത്തിയാണ് പവർ കട്ട് ഒഴിവാക്കുന്ന ഒരു മേനി ഈ പിണറായി വിജയൻ അടക്കം നടിച്ചിരുന്നത്. മറിച്ച് ഇപ്പോ സംഭവിക്കുന്നത് എന്താ, 2 വർഷം മുൻപ് കരാർ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോ പകരം 4 രൂപ 29 പൈസയ്ക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ വാങ്ങിയിരുന്ന വൈദ്യുതി 6 മുതൽ 12 രൂപ വരെ നൽകിയാണ് ഇപ്പൊ വാങ്ങുന്ന